ഈ വീഡിയോയിൽ ഞാനൊരു ഐഡിയ പറയുകയാണ്. നമുക്കെല്ലാവർക്കും അത്യാവശ്യമായിട്ടും വേണ്ട ഒരു ഐഡിയയാണ്, വേണ്ട ഒരു പ്രൊട്ടക്ഷനാണ്. നമ്മുടെ സേവിങ് മണി, നമ്മൾ സേവ് ചെയ്യുന്ന മണി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്ക് ബാങ്കുകാർ തരുന്ന കാർഡ്, ഡെബിറ്റും ക്രെഡിറ്റ് കാർഡ്സൊക്കെ ഉണ്ട്, ഒത്തിരി കാർഡ്സ് ഉണ്ട്, മാസ്റ്ററൊക്കെ പല കാർഡ്സുണ്ട്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ടെൻഷൻ അത് ഒഴിവാക്കാനായിട്ട് ഒരു പുതിയ കാർഡ് കൊണ്ടുവരണം. പുതിയ കാർഡിൽ ഡിസ്പ്ലേ വേണം. ഇപ്പോൾ ഡിസ്പ്ലേ വരുന്നതെന്ന് ആ ഡിസ്പ്ലേ എന്തായിരിക്കണം? നമ്മുടെ ബോഡിയുമായിട്ട് ആ കാർഡ് അറ്റാച്ച്ഡ് ആണോ അല്ലയോ എന്ന് കാണും. അറ്റാച്ച്ഡ് അല്ലെങ്കിൽ നോട്ട് അറ്റാച്ച്ഡ് എന്ന് കാണിക്കണം. അപ്പോൾ ഇതേ സെയിം ഡിസ്പ്ലേ ബാങ്കിലും കാണിക്കും. അപ്പോൾ ട്രാൻസാക്ഷൻ നോട്ട് അലൗഡ്. ബോഡിയുമായിട്ട് അറ്റാച്ച്ഡ് ആണെങ്കിൽ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യൂ. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുമായിട്ട് കണക്റ്റഡ് ആണെന്നറിയാൻ ഈ കാർഡിലൊരു തമ്പ് ഇംപ്രഷൻ കൂടെ കൊടുക്കണം. തമ്പ് സ്കാനിങ്. ഈ ഡിസ്പ്ലേക്കകത്ത് തന്നെ, ഈ വരുന്ന ഡിസ്പ്ലേയിൽ തന്നെ തമ്പ് ഇംപ്രഷൻ കൂടെ സ്കാൻ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം. ചെറിയൊരു ഡിസ്പ്ലേ, നമ്മുടെ തമ്പ് അതിനകത്ത് വരുന്ന രീതിയിൽ കാർഡിനകത്ത് അത്രയും സ്പേസിൽ. ആ റേഷൻ കടയിൽ കണ്ടിട്ടില്ലേ? റേഷൻ കടയിൽ നമ്മൾ തമ്പ് ഇംപ്രഷൻ കൊടുക്കത്തില്ല, അത്രയും മതി കാർഡിനകത്ത്. അപ്പോൾ ഈ ഡിസ്പ്ലേ അതിനകത്ത് തെളിയും, തമ്പ് ഇംപ്രഷനും വരും. രണ്ട് സെക്ഷനാക്കി ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ചെയ്യാം. മുകളിലത്തെ ഒരു ലൈനിൽ ഒരു ബാറിനകത്ത് 2 ബാറിട്ട ഒരു സൈഡിൽ ഡിസ്പ്ലേ, നമുക്ക് നോട്ട് അറ്റാച്ച്ഡ് അല്ലെങ്കിൽ അറ്റാച്ച്ഡ് എന്ന് കാണിക്കാനുള്ള ഡിസ്പ്ലേയും, പിന്നെ തമ്പ് ഇംപ്രഷൻ. തമ്പ് കാണിക്കുന്ന കാര്യം, നമ്മുടെ കാർഡ് പോയി കഴിഞ്ഞാൽ വേറൊരാളുടെ ബോഡിയിൽ അറ്റാച്ച് ആവുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ തമ്പുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കണം, എന്നാലേ അവർക്കത് കാർഡ് ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ബാങ്കുകാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ബാങ്കുകാർക്ക് വേണ്ടി മാത്രമല്ല, ബാങ്കുകാർക്ക് കസ്റ്റമേഴ്സിന് ഉള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റി ഈ ഐഡിയ വഴി. കാർഡ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വഴി. കളഞ്ഞു പോയാലൊന്നും വലിയ പ്രശ്നമില്ല. കാര്യം മൊബൈലിൽ അങ്ങനെ ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് വിളിച്ച് പറയാനൊന്നും പറ്റില്ല, ടെൻഷൻ കൂടും. അതുകൊണ്ട് ഈ ഒരു സംഭവം പുതിയ കാർഡിൽ ഡിസ്പ്ലേയും തമ്പ് ഇംപ്രഷനോ അല്ലെങ്കിൽ സെൻസർ, ബോഡിയെ സെൻസർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് ബോഡിയാണോ അല്ലെങ്കിൽ നമ്മുടെ ഐസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ട് ബീറ്റോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ സെൻസർ അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അറ്റാച്ച്മെൻറ്റിൽ നിന്ന്, ഈ കാർഡും ബോഡിയുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഉടനെ അത് ഡിസ്പ്ലേ കാണിക്കും, നോട്ട് അറ്റാച്ച്ഡ്. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നല്ലതാണോ? നല്ലതാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അല്ലെങ്കിലും ഷെയർ ചെയ്യണം. കാര്യം എല്ലാവർക്കും സംഭവിക്കാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ പേഴ്സൊക്കെ ഒരു പ്രാവശ്യം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടിയൊക്കെ പോയി കംപ്ലയിൻറ്റ് അത് ഇതുവരെ കണ്ടെത്തിയിട്ട് പോലുമില്ല എന്താണ്. പക്ഷേ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എൻ്റെ ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത് പലർക്കും സംഭവിക്കാത്തൊരു കാര്യമാണ്. ഇപ്പോൾ കാർഡ് ബാങ്കുകാർക്ക് വേണ്ടിയുള്ള ഒരു അഡ്വൈസാണിത്. കാർഡ് ഉണ്ടാക്കുമ്പോൾ ഡിസ്പ്ലേയും തമ്പ് ഇംപ്രഷനോ സെൻസറാണ് ആ രീതിയിൽ ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു രീതിയിൽ കാർഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ, കാർഡ് നഷ്ടപ്പെട്ടു പോയാലും അവർക്കത് യൂസ് ചെയ്ത് ക്യാഷ് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റില്ല. ഈ ഒരു ഐഡിയ, all royalty and right research for this idea made and owned by Reggie Matthew 55 Puntrel. My mobile number is 00917034171299. Another number is 00916282057077. My YouTube channel ID Reggie IPS. Another YouTube channel ID Reggie Matthew Puntrel. One more channel is there, Reggie Matthew Puntrel. More than 1,600 videos are available and more than 1,040 songs available. See the playlist of my YouTube channel. Some is good, some is bad. Thank you for watching. All right, that's it for this video. Bye. Made and on by Reggie Matthew 55 1972 Pontre. Thank you for watching.